ഈ നാട്ടിൻപുറത്ത് പാടത്തും പറമ്പിലുമൊക്കെ നമ്മുടെ മണൽ വെട്ടി റബ്ബർ പന്തിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ ആ മൈതാനത്ത് കണ്ണിൽപ്പെട്ട ചില വഴിപോക്കരെയൊക്കെ വിളിച്ച് നിർത്തി കളിപ്പിച്ച് നമ്മൾ ചാമ്പ്യനായി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ചാമ്പ്യൻ താനാണെന്ന്. അപ്പോഴാണ് പത്രത്തിൽ ഓസ്ട്രേലിയയിൽ ഒരു മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടെന്നും അവിടെ വലിയ മാച്ചുകൾ നടക്കുന്ന സ്ഥലമാണെന്നും അവിടെ ചാമ്പ്യന്മാർ കളിക്കുന്ന ഇടമാണെന്നുമൊക്കെ കരുതി നമ്മുടെ ഈ മടൽ ബാറ്റും കൊണ്ട് മെൽബണിൽ കളിക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കയ്യിലിരിക്കുന്ന ബാറ്റ് തന്നെ വാങ്ങിച്ചാരെങ്കിലും അടുപ്പത്ത് വെക്കുകയോ അല്ലെങ്കിൽ പറമ്പിലേക്ക് വലിച്ചെറിയുകയോ ചെയ്താൽ പിന്നെ എന്താ സംഭവിക്കുക? അയാളെ പിന്നെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കണ്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആരാണ് ഈ മടൽ ബാറ്റും കൊണ്ട് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കാൻ പോയത് എന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, നമ്മുടെ ആരിഫ് ഹുസൈനാണ്. ആരിഫ് ഹുസൈൻ ഇവിടെ ഇങ്ങോട്ടൊന്നും ചോദിക്കാത്തവരുടെ മുന്നിൽ അങ്ങോട്ട് മാത്രം പറഞ്ഞ് എവിടെ നിന്നെങ്കിലുമൊക്കെ തപ്പിക്കിട്ടുന്ന ചില മുല്ലമാരുടെ വീഡിയോകൾ കൊണ്ടുവച്ച് കളിപ്പിച്ച്, അതിപ്പോൾ ആരിഫിന് മാത്രമല്ല, ഞാൻ തപ്പിയാലും കിട്ടും, ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിരുത്തി തൊപ്പിയും താടിയും രൂപവും ഒക്കെയാണ് ഇതിൻ്റെ അടയാളം, ഇസ്ലാം എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിച്ച് ആവേശം കൊള്ളുകയും ആവേശപൂർവ്വം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചില്ലറ കൊടുത്ത് ഒരു കോൾ ചെയ്യിച്ച് അത് റെക്കോർഡ് ചെയ്ത് അത് ജനസമക്ഷം പ്രചരിപ്പിച്ചൊക്കെ ജീവിച്ചു പോകുമ്പോഴാണ് അങ്ങ് UK എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്നും ആ സ്ഥലത്ത് പോയാൽ അവിടെ ഗംഭീരമാണെന്നും ഒക്കെ വിചാരിച്ച് അവിടെ ചെന്ന് അതിനുവേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പറഞ്ഞു തുടങ്ങിയത്. പിന്നെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ മിച്ചം. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എല്ലാവരും കണ്ടു. പക്ഷേ ഓടി രക്ഷപ്പെടുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. I challenge you on my channel. Come and have a debate. How about that? Okay? Okay? On Dawahwise this Thursday. And I'll bring Adnan with me on the panel. We will have a debate. Yes. We will have a debate. Yes. We will have a debate. Yes. Come this Thursday. Let's see if he comes on Thursday. Guys, make sure your man, the proud Zionist, proud BJP, proud RSS, who follow Hitler, make sure he comes on Dawahwise at 5:30. We'll be waiting. 5:30 p.m. UK time. പോയപ്പോൾ എന്താ പറഞ്ഞത്? അയാൾ നല്ല വൃത്തിക്ക് പരിചയപ്പെടുത്തി, ഇന്ന സ്ഥലത്തുനിന്ന് വന്നതാണ്, ഇന്നാരാണ്, പശ്ചാത്തലം ഇതാണ്, അതുകൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോൾ 16-ാം തീയതി വരാൻ പറഞ്ഞു. അവർ 16-ാം തീയതി കാത്തിരുന്നിട്ട് കൺമണി ചെന്നില്ല. എങ്ങനെ ചെല്ലും? ആ കാത്തിരിക്കുന്നവർ ചില്ലറ ആളുകളാണോ? ആ കാത്തിരുന്നവരുമായി അന്ന് തന്നെ അവിടെ വെച്ച് ആരിഫ് അനുഭവിച്ച ശ്വാസം മുട്ടൽ ആരിഫിനെ അറിയൂ. നെറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഫോൺ അങ്ങ് കയ്യിൽ കൊടുക്കുക, എന്നാൽ നീ ഇത് പിടിച്ചോന്നും പറഞ്ഞു. പക്ഷേ ആരിഫ് ഹുസൈൻ അങ്ങനെ ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ആരിഫ് ഹുസൈൻ ഇത് തപ്പിക്കൊണ്ടിരിക്കുക. അവസാനം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ പറഞ്ഞതുപോലെ അന്ന് ഒരു തയ്യാറെടുപ്പുമില്ലാതെ ചെന്ന് പെട്ട ആളുകൾ ഇതുപോലെ കൈകാര്യം ചെയ്തെങ്കിൽ ഇനി ഇതുപോലെ ക്ലബ് ഹൗസിലോ എവിടെയെങ്കിലും കിട്ടിയാൽ അവർ വിടുവോ? ആ 16-ാം തീയതി അവർ കാത്തിരുന്നിട്ടും ആരിഫ് ഹുസൈൻ വന്നില്ല. ആരിഫ് ഹുസൈൻ എന്ത് ചെയ്തു? നേരെ പഴയ കളിയിലേക്ക് മടലും വെട്ടിക്കൊണ്ട് ഇങ്ങി പാടത്ത് വന്നു. അവിടെ വന്ന് നിന്ന് പോസ്റ്റിട്ട് ആവേശം കൊള്ളുക, അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ ഒക്കെ ഇങ്ങനെ വന്ന് കമൻ്റ് എഴുതുക, അതിൽ വന്ന് ഏതോ മുല്ലയെ കൊണ്ടുവന്ന് കാണിക്കുക തുടങ്ങിയ സ്ഥിരം പരിപാടികളുമായി ഇങ്ങി മടങ്ങി വന്നു. അല്ലേ, കപ്പലണ്ടി വിൽപ്പനക്കാരൻ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ വിൽക്കാൻ പോയതുപോലെയോ, ഈ മണൽ കൊണ്ട് ബാറ്റുണ്ടാക്കി കളിച്ചവൻ മെൽബണിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയതുപോലെയോ സംഗതി തിരിച്ചു വന്ന് പഴയ പണി തുടങ്ങിയിട്ടുണ്ട്. ആരിഫിന് പറ്റിയ പണി ഇതാ. ഇവിടെ നിന്ന് ഇതുപോലൊക്കെ പറയുക, 2-3 ക്ലിപ്പൊക്കെ ഇടുക, കുറച്ച് ഈ വിരോധമുള്ളവരെല്ലാം വന്ന് കമൻ്റ് അടിക്കും, ഷെയർ ചെയ്യും, ഇതൊക്കെ കിട്ടും. ഉപജീവനമാർഗ്ഗം അങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോകും. വെറുതെ പോയി എവിടെയെങ്കിലും കൊള്ളാവുന്നവരുടെ കയ്യിൽ പോയി വീണാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ അതിന് ലണ്ടൻ മണ്ടൻ എന്നൊക്കെ സ്വയം എഴുതി ചളിപ്പ് മാറ്റേണ്ടി വരും. ആലോചിച്ച് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ബുദ്ധി.